അല്ല, തന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഇവിടെ ആരാ സംരക്ഷിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയാണ് 93 പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമായി പറഞ്ഞത് തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റവുമില്ല. പൂജാതി കർമ്മങ്ങളല്ലാതെ തന്ത്രിക്ക് തിരുവാഭരണം ഉൾപ്പെടെയുള്ള അയ്യപ്പൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ തന്ത്രിക്ക് അധികാരമില്ല. വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞ കാര്യമാണ്. കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളാരെ സംരക്ഷിക്കുകയാണ്? അവരെ ഗവൺമെൻറ് ചെയ്തൊരു വലിയ തെറ്റ്. ആരാണ് തന്ത്രി? സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവിൻ്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തന്ത്രിയെ 41 ദിവസം ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചത് ശരിയാണോ? തന്ത്രിയല്ല, ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു പൗരന് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ജയിലിലടക്കുന്നത് ശരിയാണോ? അത് ഞങ്ങൾ ചോദിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനില്ലേ? തീർച്ചയായിട്ടും തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ള കാര്യമാണ്. എല്ലാവരും ഇന്നലെ ഒരു കാര്യം എം വി ഗോവിന്ദൻ പറഞ്ഞു, കാട്ടുകള്ളന്മാരോടൊപ്പമാണ് തന്ത്രിയെന്ന്. ആരാണ് ഈ കാട്ടുകള്ളന്മാർ? പത്മകുമാറും വാസുവൊക്കെ കാട്ടുകള്ളന്മാരാണെങ്കിൽ എന്തുകൊണ്ട് ഗോവിന്ദ നിങ്ങൾ നടപടി എടുത്തില്ല? എന്തുകൊണ്ട് പത്മകുമാറിനെയും വാസുവിനെയും കാട്ടുകള്ളന്മാരുടെ പട്ടികപ്പെടുത്തി ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞെങ്കിൽ മാഷ് അവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ഇനിയെങ്കിലും എടുക്കുമോ ആ കാട്ടുകള്ളന്മാരുടെ പേരിൽ? അങ്ങ് പറഞ്ഞ ഈ കാട്ടുകള്ളന്മാർ എന്തിനാണ് അങ്ങ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.